5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. അല്ല, അമ്മ ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞാലും ഞാനിതിന്ന് പിന്മാറാൻ തയ്യാറാ. നീ പിന്മാറാനോ? അതെനിക്ക് കൂടുതൽ നാണക്കേടല്ലേ അനു? നിന്നെ ജയിപ്പിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയാ ഞാൻ നിന്നെ മത്സരിക്കാൻ നിർബന്ധിച്ചത് പോലും. പക്ഷേ ഇടയ്ക്ക് നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് തീരുമാനിക്കാനും നടപ്പിലാക്കാനും തുടങ്ങിയപ്പോ ഞാനൊന്ന് പുറകോട്ട് മാറിയെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ലനു. ഇനി ഏതായാലും അമ്മ തന്നെ മുന്നിൽ നിന്നെല്ലാം ചെയ്യണം. അനുവിനെ അമ്മ ജയിപ്പിക്കണം. പ്രസിഡന്റ് എല്ലാം പറഞ്ഞു കാണുമല്ലോ. നീ വിഷമിക്കണ്ടടാ. ഞാൻ അനുവായിട്ട് നാളെ തന്നെ വീടുകൾ കയറിയുള്ള പ്രചരണം ആരംഭിക്കാൻ പോവുക. വമ്പിച്ച ഭൂരിപക്ഷത്തോട് തന്നെ ഞാൻ ഇവളെ ജയിപ്പിച്ചിരിക്കും. അതേ, നീയേ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ തയ്യാറായിക്കോനു. പ്രതിഭ വിച്ചുമോൻ എവിടെ? ഉറക്കായോ? അല്ല ചേച്ചി, അവൻ മുറിയിലിരുന്ന് കളിക്കുക. ഞാനിപ്പോ വിളിക്കാം. അമ്മേ, ഞാനെന്നാ മോന്റെ അടുത്തൊന്ന് ചെല്ലട്ടെ. ശരി അമ്മേ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അമ്മ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഒരിക്കൽ പറഞ്ഞു ഏട്ടത്തെ വീഴ്ത്താൻ പോവാന്ന്. ഇപ്പൊ പറയുന്നു വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഏട്ടത്തെ വിജയിപ്പിക്കുമെന്ന്. ഇതിലേതാ ശരിക്കും സംഭവിക്കുക? എടീ, ഇതൊന്നും അല്ലാത്ത മറ്റൊരു അത്ഭുതമായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അവർ ആന്റി പറഞ്ഞതനുസരിച്ച് നോമിനേഷൻ കൊടുക്കുന്നത് മാറ്റിവെച്ചെന്ന് കരുതി അവളുടെ വിധി നടപ്പാക്കുന്നത് ആന്റി നീട്ടി വെക്കേണ്ടതില്ലെന്നാ എന്റെ അഭിപ്രായം. എല്ലാം അവസാന നിമിഷത്തേക്ക് മാറ്റിവെച്ച ഒന്നാം ഊഴത്തിൽ കാര്യം നടക്കാതെ പോയാ പിന്നീടൊരു അവസരം ഇല്ലാന്നുകൂടി ആന്റി ഓർക്കണം. നമ്മുടെ പദ്ധതി നടക്കാതെ പോകുന്ന പ്രശ്നമില്ലല്ലോ ഹർഷേ. ഞാൻ എന്നെ തന്നെ ബലി കൊടുത്തോണ്ടല്ലേ അത് നടത്താൻ പോകുന്നത്. ഒരു ദിവസമെങ്കിൽ അത് നീട്ടിയാ എനിക്ക് അതുവരെ ആരോഗ്യത്തോടെ ഇരിക്കാമല്ലോ. ആന്റിയുടെ ആരോഗ്യത്തിന് ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. ആന്റി ഇങ്ങനെ പേടിക്കുന്നതാ കുഴപ്പം. ഇങ്ങനെ പോയാ ആന്റി അവസാന നിമിഷം ഈ പ്ലാനിൽ നിന്ന് മാറാൻ പോലും സാധ്യതയുണ്ട്. ഇല്ല ഹർഷേ, സുശീല ഒരു തീരുമാനം എടുത്താ അതെടുത്തതാ. എന്റെ ജീവൻ കൊടുത്തും എനിക്ക് അവളെ തകർത്തേ പറ്റൂ. ഞാൻ നാളെ അവളെയും കൊണ്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നുണ്ട് ഹർഷേ. ഈ വാർഡിലെ മുഴുവൻ ആളുകളുടെയും മുമ്പിൽ ഞാൻ അവളെ കൊണ്ടുപോകും. അവളുടെ വിജയം ഞാൻ ഉറപ്പിക്കും. അതിനുശേഷം ഉണ്ടാവുന്ന വീഴ്ച അവക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരിക്കും ഹർഷേ. അതാ ആന്റി പറയുന്ന കറക്റ്റാ. നാളെ മുഴുവൻ ആന്റി അവളെ കൊണ്ട് നടന്ന അതിനടുത്ത ദിവസം അവൾ ആന്റിക്ക് വിഷം നൽകിയെന്ന് നാട്ടുകാരറിയുമ്പോ അത് എല്ലാവർക്കും ഒരു ഷോക്ക് തന്നെയായിരിക്കും. വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ തീരുമാനിച്ച നാട്ടുകാര് അവളെ മുമ്പിൽ കണ്ട കാർക്കിച്ചു തുപ്പും. അതെ, നാളെ കൂടി കഴിഞ്ഞ സത്യം കോയമ്പത്തൂരിന്ന് തിരിച്ചെത്തുകയുള്ളൂ. എന്തുകൊണ്ടും നാളെ രാത്രി അനുപമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ദിവസമാണ് ഹർഷേ. അത് ഞാൻ ഭംഗിയായി തന്നെ നടത്തിയിരിക്കും. മതി ആന്റി, ഈ ആത്മവിശ്വാസം ആന്റി കൈവിടരുത്. അവളുടെ വീഴ്ച അത് നമ്മുടെ ഉയർച്ചയായി മാറ്റണം. മാറ്റണം. ഇന്ദ്ര, ഞാനും അനുവും കൂടി ഇന്ന് പ്രചരണത്തിന് ഇറങ്ങുക. വാർഡിലുള്ള പരമാവധി വീടുകൾ കയറണം.
പിന്നെ കടകളിലും മാർക്കറ്റിലും ഒക്കെ കയറി കാണാനുള്ളവരെയൊക്കെ കാണണം. നമുക്കൊരു 10 മണിയാകുമ്പോൾ ഇറങ്ങാമേ. ഞാനേ ഒരു റെന്റേക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരു ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയയിലേക്ക് പോകാൻ വണ്ടി വേണമല്ലോ. എല്ലായിടത്തും നടന്നു പോകാന്ന് വെച്ചാൽ ക്ഷീണിച്ചു പോകും. ഹ, അല്ല അതിന് നീ എന്തിനാ വരുന്നത്? ഞങ്ങള് ഇന്ന് കൂടുതൽ സ്ത്രീകളെ കണ്ടായിരിക്കും വോട്ട് ഉറപ്പിക്കുന്നത്. അപ്പോ ഞങ്ങൾ പെണ്ണുങ്ങൾ പോയാ പോരെ? ചിലപ്പോ സുകുമാരിയോ വാസന്തിയോ ഒക്കെ ഞങ്ങളോടൊപ്പം വന്നേക്കാം. അവരൊക്കെ നാളെ മുതൽ ഇറങ്ങുമേ. ഇന്ന് വേറെ ആരും വേണ്ട, നമ്മൾ മതി. നമ്മൾ ഒന്നിച്ചൊരു കുടുംബത്തിൽ ചെന്ന് കയറുമ്പോൾ അതിൻ്റെതായ ഒരു വില എന്തായാലും കിട്ടും. നമുക്ക് രാഷ്ട്രീയം നോക്കാതെ കിട്ടുന്ന വോട്ടും കൂടെ വേണ്ട അമ്മേ. അത് കിട്ടണമെങ്കിൽ നമ്മൾ പാർട്ടിക്കാരില്ലാതെ പോണം. അതൊക്കെ ശരിയാ. പക്ഷെ നീ ഇപ്പോഴേ പ്രചരണത്തിനിറങ്ങിയ കടയിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും ഇന്ദിര? അത് ഇന്നൊരു ദിവസത്തെ കാര്യമല്ല അമ്മേ. അത് ഞാൻ കണ്ണനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ നോക്കിയോളും. പിന്നെ അമ്മയെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാ പിന്നെ പാർട്ടിക്കാർ കാണുമല്ലോ. അതുകൊണ്ട് ഇന്നെന്തായാലും ഞാനും കൂടെ വരാം. ഓ ആയിക്കോട്ടെ. ചായ. നിന്റെ ക്ഷീണവും തളർച്ചയൊക്കെ മാറിയോ പ്രതിഭേ? അല്ല, ഞാനും അനുവും കൂടി ഇപ്പൊ പോയാലേ വൈകിട്ടേ വരൂ. നീയും സോനയും കൂടി വേണം വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലമ്മേ, ഞാൻ നോക്കിക്കോളാം. സോനയുണ്ടല്ലോ. ശരി. നീ അവിടെ നിന്നേ, ഇതോട് കൊണ്ടുവയ്ക്കോ. എന്തു അടി? എന്താ പറ്റി പ്രതിഭ? ഒന്നുമില്ല ഇന്ദിര. ചില പെമ്പിള്ളേരെ താൻ ഗർഭിണിയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്ന ഇങ്ങനെയാ. ഓ, മുമ്പിൽ നിന്ന് നോക്കാനിക്കാതെ അങ്ങോട്ടങ്ങനെ പോടി. ചായ ഇങ്ങോട്ട് തന്നിട്ട് അവളുടെ ഒരു... അമ്മേ, എന്തോ അമ്മ ഇത്? അവള് മനഃപൂർവ്വം കാണിക്കുന്നൊന്നും അല്ലല്ലോ. അവളുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടല്ലേ. എന്താ അവസ്ഥ? മനം പുരട്ടിലുള്ളവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വരാതിരിക്കണം. ഇതൊരു മാതിരി. അയ്യോ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പ്രതിഭേ, കിച്ചണിൽ കയറി ഒന്നും ചെയ്യേണ്ടത്. ഈ സമയത്ത് ചിലത് മണത്താലും രുചിച്ചാലും ഒക്കെ മനം പുരട്ടൽ ഉണ്ടാവുന്നതാ. ഞാനത് പറഞ്ഞതാ ഏട്ടത്തി, കേക്കണ്ടേ? അമ്മ വല്ലതും പറയുമെന്ന് പേടിച്ചാ പ്രതിഭ കിച്ചണിൽ ഓരോന്ന് ചെയ്യുന്നത്. സോനെ, നീ കുറച്ച് വെള്ളം കെടുക്കും.